'ഒബ്സഷൻ' എന്ന സിനിമേനെ കുറിച്ചിട്ട് ഇനി എന്തും പറയാനല്ലേ. എല്ലാവരും എല്ലാം ഡീകോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇംപ്രസീവായി തോന്നിയ കുറച്ച് പോയിന്റ്സ് പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. ഒരു ലേറ്റ് റിവ്യൂ തന്നെയാണ്. പക്ഷേ എന്നാലും ഇത് ആദ്യമേ തന്നെ എനിക്ക് ജെൻസിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ വഴി വരുന്ന ജെൻസി കുട്ടികളൊക്കെ ഇത് ആൻസർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആം, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷൻ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ ഇതുപോലത്തെ ട്രിവിയൽ ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് വരുന്നു, ഇൻസെക്യൂരിറ്റി വരുന്നു, ക്ലാരിറ്റി കുറവ്, എന്തൊക്കെയോ എന്തൊക്കെയോ ഇതൊക്കെയുള്ള സിനിമകൾ എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഇതിൽ നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു എലമെൻ്റ് എന്താണ്? കാരണം നമ്മൾക്കിപ്പോൾ മലയാളത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ സിനിമകളും പ്രേമലു ആണെങ്കിലും DSR ആണെങ്കിലും വാഴ 2 അല്ലെ വാഴ 1 എനിക്കറിയില്ല, വാഴ 1 സക്സസ് ആയിരുന്നെങ്കിലും വാഴ 2 ആണ് കൂടുതലൊരു എനിക്ക് ഇൻസ്റ്റയിലൊക്കെ കൂടുതൽ ആളുകൾ അല്ലാതെ പറഞ്ഞു കണ്ടത് അതാണ്. യങ്ങർ ജനറേഷൻ കൂടുതലായിട്ട് സംസാരിച്ച് കണ്ടത് വാഴ 2വിനെ കുറിച്ചിട്ടാണ്. അത് സിബ്ലിംഗ് ലവിൻ്റെ കുറിച്ച് മാത്രമൊന്നുമല്ല. സിബ്ലിംഗ് ലവ് എനിക്ക് തോന്നുന്നു അത് കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക 90s കിഡ്സിനായിരിക്കും. ജെൻസിയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല, ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല. ഞാൻ കണ്ട ജെൻസി ക്രൗഡിൽ അങ്ങനെ അത്ര വലിയൊരു ഇമ്പാക്റ്റ് കണ്ടിട്ടില്ല. എന്തായാലും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു എനിക്കത് മനസ്സിലായിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഒരു ഈ കണക്റ്റ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊരു ഒരു ഒരു ഐഡിയ എന്താ പറയുക, ഉള്ള ഐഡിയാസൊന്നും അത്ര ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഒബ്സഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒബ്സഷനിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒന്നാമത് തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ അല്ലേ, കറി വാർക്കറുടെ ഒരു പ്രായം എന്ന് പറയുന്നത് എന്താണ് 26 വയസ്സ്, ഒരു ജെൻസി കിഡാണ്. അപ്പോൾ ആളൊരു യൂട്യൂബർ ആയിരിക്കുന്ന ആൾ ഇങ്ങനെ ഇത്രയും ഒരു ഹൊറർ, ഒരു സൈക്കോളജിക്കൽ ഒരു ഹൊറർ ഫിലിമിനെ ഇങ്ങനെ ഉള്ള ബഡ്ജറ്റിൽ ഇത്രയും ഒരു വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒബ്സഷൻ ഓറിയൻറ്റഡ് സിനിമകൾ, ഞാൻ അതിൻ്റെ ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇഷ്ടം പോലെ സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ 80സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഭരതൻ്റെ കാറ്റത്തെ കിളിക്കൂട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ രേവതി ഒരു ക്യാരക്ടറുണ്ട്. വളരെ ഒബ്സസ്ഡ് ആണ്, വളരെ ഡിസ്ട്രക്റ്റീവാണ്. ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മഴയത്ത് മുൻപേലെ ആനി ചെയ്ത ക്യാരക്ടർ എന്താണ് അല്ലേ, എന്തൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, മമ്മൂട്ടിയായിരുന്നു, നശിപ്പിച്ചില്ലേ. അപ്പം ഇങ്ങനെ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമ്മുടെ റീജിയണൽ സിനിമകൾ ഇത് ഡീൽ ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. വേൾഡ് ഓവറും ഇത് ഒബ്സഷനെ പല പല രീതിയിൽ ട്രിവിയലായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു സിനിമ എടുക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആക്കിയിട്ട് പിന്നെ ബാർക്കർ എടുക്കുന്നത് എന്നുള്ളത് അല്ലേ, അതാണ് ബ്രില്യൻസ്. ആ ബ്രില്യൻസിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു സംഭവത്തെ ഒന്ന് ടേക്ക് ചെയ്യാനാണ് ഈ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് വൺ വിഷ് വില്ലോ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു നോർമലായിട്ട് പിക്ചറൈസ് ചെയ്തിട്ട് പോവില്ലേ, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ, എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടാവുമോ ഈ സിനിമയ്ക്ക്? ഇല്ല. അപ്പോൾ അത് ഒരു ബ്രില്യൻ ചോയ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ ഒരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ, റെലവൻ്റ് ആണ് അതുകൊണ്ട് പറയാണ്. അതായത് അത്തരമൊരു ഒരു ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ വിയേഡസ്റ്റ് വേയിൽ, അതായത് ഏറ്റവും വിയേഡസ്റ്റ് ആയിട്ടുള്ള എംപാരസിങ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ അവരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു, സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ സിനിമയിലുണ്ട്. പിന്നെ ആ ക്യാരക്ടറിനെ അങ്ങനെയാണ് പിന്നെ ആ ഒരു സംഭവത്തിനുള്ള സ്പേസാണ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് വഴി നമ്മളുടെ ബാർക്കർ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുക സിനിമേനെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ എന്ത് ആവുമല്ലോ എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് സിനിമയുടെ സക്സസ്സും. ഈ ഒരു ക്രിറ്റിസിസം അതിൻ്റെ പാർട്ടായിട്ട് റെലവൻ്റായിട്ട് നിൽക്കുന്നൊരു സംഭവം കൂടിയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പുകൾ, എന്ത് ഷിപ്പായിക്കോട്ടെ, നമ്മളിപ്പോൾ ഇതിൽ പ്രണയം കൊണ്ടുവന്നത് എന്താണ്, ഇതിൻ്റെ തീം തന്നെ അതാണല്ലോ. ബെയർ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ സ്കൂൾ ടൈം തൊട്ടിട്ട് പ്രേമിക്കുന്നു, അവരിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. അതിലൊരു റിജക്ഷൻ ഫിയർ ഉണ്ട് ബെയറിന്. ബെയർ ഒരു ഇൻട്രോവേർട്ട് ആണല്ലോ, അവർക്ക് ഏറ്റവും കൂടുതലുള്ള സംഭവമാണ് റിജക്ഷൻ ഫിയർ.
പിന്നെ അതിൽ മെയിൽ ഫാൻറ്റസി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വൺ വിഷ് പില്ലോ അതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് അതിൻ്റെ പാർട്ടായിട്ടാണല്ലോ. അപ്പോൾ അത് ചെയ്തതോട് കൂടിയിട്ടാണ് ബെയറിന് ഈ ഒരു പ്രണയം അനുഭവിക്കാനുള്ള, പേഴ്സണലി അനുഭവിക്കാനുള്ള ഒരു സ്പേസ് ഈ സിനിമ കൊടുക്കുന്നത്. അതെങ്ങനെയാണ് അത് അനുഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അപ്പം അതുവഴി വേറൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് സിനിമ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഷിപ്പിലേക്ക് പോയാലും സ്പേസ്, റിലേഷൻഷിപ്പിലെ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ നമ്മുടെ പാരൻസാണ്, നമ്മുടെ സിബ്ലിങ്സാണ്, പിന്നെ നമ്മൾ പ്രേമിക്കുന്ന ആളല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. അത് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവരെയും, നമ്മളുടെ വീട്ടിലടക്കമുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിലടക്കം നമ്മൾ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം, മസ്റ്റാണ്. കാരണം ഒരാളെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണുക, മറ്റൊരാളായിട്ട് കാണുക, അങ്ങനെ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ലൈഫ് ലൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ സ്പേസ് ഇല്ലാത്ത റിലേഷൻഷിപ്പുകൾ, എസ്പെഷ്യലി പ്രണയത്തിൽ എന്താണ് ഈ സിനിമയിൽ കാണിക്കുന്ന പോലത്തെ വളരെ ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ളൊരു ആംബിയൻസിൽ കിടന്ന് വട്ടം കറങ്ങുന്ന ആളുകളായിട്ട് നമ്മളെ മാറ്റുക. അടഞ്ഞൊരു മുറിയാണ് നമ്മുടെ ജീവിതം, അത്ര പറഞ്ഞാൽ മതിയല്ലോ, അപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യത്തെ ഒരു സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ കുറേ അമച്വർ ഷോട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടോ. പിന്നെ നമ്മുടെ നിക്കി വന്നതോടുകൂടി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് ഭയങ്കരമായിട്ട് ഇമ്മേഴ്സ്ഡ് ആയി പോയതുകൊണ്ട് എനിക്ക് ഷോട്ടുകൾ കൃത്യമായിട്ട് നോക്കാനുള്ള ആ ഒരു ഇതങ്ങ് പോയി കിട്ടി. അപ്പോൾ അത് ഓഡിയൻസിനെ കറക്റ്റായിട്ട്, അത് വേറെ പോയിൻ്റാണ്, ഓഡിയൻസിനെ കറക്റ്റായിട്ട് ഈ ഒരു ആംബിയൻസിലേക്ക് തളച്ചിടുക എന്ന് പറയില്ലേ, അത് ചെയ്യാൻ എന്തായാലും കറി ബാർക്കർക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു സക്സസ് ആണ്. അടുത്ത സക്സസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നിക്കി. എന്താണ് പെർഫോമൻസ് അല്ലേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സിനിമയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെയാണ് ഒരു ക്യാരക്ടർ. കുറച്ച് വിച്ചാവുന്നു, കുറച്ച് പിന്നെ ഒരു കാമുകിയായിട്ട് മാറുന്നു, ഒബ്സസ്ഡായുള്ള കാമുകിയായിട്ട് മാറുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ഈ നമ്മൾ കാണുന്ന എല്ലാ തരം വിയേഡസ്റ്റ് എക്സ്പ്രഷൻസിലേക്കും പോകുന്നു. എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ബാക്കി, ഒന്നും ബാക്കിയില്ല അല്ലേ. അപ്പോൾ ഈ നിക്കിയായിട്ട് വരുന്ന ഈ ഇൻറ്റി നവരറ്റിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഇനി നമുക്കതിന് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അത് പിന്നെ ബാർക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആളുടെ സ്ക്രിപ്റ്റിൽ സ്റ്റോപ്പ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ പിന്നെ ഇന്ത്യ അത് പെർഫോം ചെയ്തപ്പോൾ ആ സ്റ്റോപ്പൊക്കെ എங்கേയോ പോയി ചേർന്നതെന്ന് പറയുന്നത്, എവിടെയോ പോയിട്ട് ഏതൊക്കെയോ എലിവേഷനിൽ കൊണ്ടുപോയിട്ട് ആൾക്ക് തന്നെ, ബാർക്കറിന് മനസ്സിലാവാത്ത രീതിയിലാണ് പെർഫോമൻസ് ഇങ്ങനെ പോയത്. ബിയോണ്ട് ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് എല്ലാ ഷോട്ടിലും അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അത് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, വളരെ വിസിബിളാണ്. ഈ നിക്കി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇൻറ്റി നാവറേറ്റ് കൊടുത്ത എലവേഷൻ എന്ന് പറയുന്നത് ഒബ്സഷൻ്റെ സക്സസ്സിൽ ഒരു പ്രൈം ഫാക്ടറാണ്. അതാണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് ഞാൻ പറയും. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയുന്നത്, ഇതിൽ നമ്മൾ ഈ പെർമിഷൻ കൂടാതെ എടുക്കുന്ന ഒരു സംഭവത്തിൽ ഈ ഒരാളുടെ ഏജൻസി മൈൻഡ് ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇതിലൊരു ഡിസ്കഷൻ ഉണ്ട്. അതായത് എത്രമാത്രമാണ് ഒരാളെ ഇതിൽ ഇങ്ങനെ ഈ ഒരു വിഷിൻ്റെ പാർട്ടായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് ഒരു എന്താ പറയുക, ഒരു ഡീസൻസി ഇല്ല ഡയറക്ടർക്ക് എന്നുള്ള രീതിയിൽ. അത് വല്ലാതെ ഇതിൽ നമുക്ക് ഒരു കാര്യം നമുക്കുണ്ടല്ലോ, എഷുറൻസ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എവിടെ നിൽക്കണം എന്ന് എനിക്ക് ആ ഒരു പോയിന്റുമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ ബെയറിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ, ബെയർ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥ അല്ലേ ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതലൊന്നും ചെയ്യാനില്ലെങ്കിലും ചെയ്യുന്ന സാധനം വൃത്തിയായി ചെയ്യുക എന്നുള്ള സാധനം വേറെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഹെൽപ്ലെസ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സേറ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ അതിൽ ക്യാരക്ടർ സ്കെച്ചായിട്ട് നമുക്കൊന്നും പറയാനില്ലെങ്കിലും ആ ഷോട്ട് ഉണ്ടല്ലോ, ആ ഒരു ഷോട്ട്, ആ ട്രാജിക് ഷോട്ട് എനിക്ക് അതങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരുപാട് സിനിമകളിൽ അങ്ങനത്തെ ഷോട്ടുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു പഞ്ചും ഒരു ഡിഫറൻസും ഉണ്ടായിരുന്നു ആ ഷോട്ടിൽ. അത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റിൻ്റെ കാര്യം പറയാം, മറ്റ് ക്യാരക്ടേഴ്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ആകെ 4 പേരുള്ള സിനിമയിലുള്ളൂ ലാസ്റ്റ് വരുന്ന സംഭവം. അതായത്
എൻഡിങ് എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നും ബാർക്കറുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി എന്ന് തോന്നുന്നു സിനിമ എനിക്കറിയുമ്പോൾ. അതിനു വേണ്ടി മാത്രമാണ് ആ ഒരു ഡിലേയും ഒക്കെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ച് നമുക്കറിയാം വേറെ എന്താണ് ആ ഷോട്ടിൽ ചെയ്യുന്നതെന്നുള്ളത്. അത് പലരും ചോദിച്ചു അത് എത്ര പെട്ടെന്ന് നടക്കുമെന്ന്. നമുക്കൊരു മെഡിക്കൽ എക്സ്പ്ലനേഷൻ വേണ്ട കാര്യമാണ്, അല്ലാതെ അതിൽ വലിയ കഥയൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ സിനിമയുടെ എൻഡും നമുക്ക് കുറച്ചൊരു അല്ലേ ഒരു പഞ്ചായിട്ട് മാറി. പഞ്ചെന്നല്ല, അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. കാരണം അവിടെ ആ ആൾ പോയാൽ തന്നെ മറ്റൊരാൾക്ക് അയാളുടെ ഏജൻസിയും ഫ്രീഡവും സ്പേസും അയാൾ അറിയാതെ സ്റ്റീൽ ചെയ്യപ്പെട്ട അല്ലെ നിക്കി അറിയാതെ സ്റ്റീൽ ചെയ്ത ഈ എല്ലാ സംഭവങ്ങളും തിരിച്ചു വരുള്ളൂ. അത് തന്നെയാണ് അതിൻ്റെ ഒരു പോയറ്റിക് ജസ്റ്റിസ്.